ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ യാത്ര വീഡിയോ എന്നല്ല, മലപ്പുറത്ത് വന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ഇവിടെ പിന്നോക്കക്കാരായ ഹിന്ദുക്കൾ ജീവിക്കുന്നത് മുസ്ലിങ്ങളുടെ ഇടയിൽ സ്വാതന്ത്ര്യമില്ലാത്ത മാർക്കാണ്, പിന്നോക്കാവസ്ഥയിലാണ് ജീവിക്കുന്നത്. അവരെ മലപ്പുറം ജില്ല വേറൊരു രാജ്യമാണ്, വേറെ തലസ്ഥാനമാണ്, വേറൊരു ആളുകളുടെ കുത്തകയാണെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ഓരോരോ. ഇവരൊക്കെ മലപ്പുറത്ത് ജീവിക്കുന്ന ആളുകളെ കുറച്ച് അഭിപ്രായങ്ങൾ കേൾക്കുള്ളൂ. ഇവിടെ സൗഹൃദപരമായി ജീവിക്കുന്ന ആളുകൾ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് 4 വോട്ടിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന സംസാരങ്ങൾ മാത്രമായി ഇതെല്ലാവരും കണ്ടാൽ മതി. അപ്പോൾ അയാൾ പറയുന്നത് നമുക്ക് കേൾക്കാം. ഓക്കെ. ഈ മലപ്പുറത്ത് അപൂർവം ചില യൂണിയനിൽ ഒന്നാണ് നിങ്ങളുടെ യൂണിയൻ. നിങ്ങളുടെ പരിമിതികളും പ്രയാസങ്ങളും എനിക്കറിയാം. സ്വാഗത പ്രാസംഗം തന്നെ പറഞ്ഞു. നിങ്ങളുടെ പ്രത്യേക രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങളുടെ അല്ലല്ലേ. ഇപ്പൊ ഇയാളെ ഓരോ വർത്തമാനങ്ങളാണ്. ഒരു സംഘടനയെ നയിക്കുന്ന ഒരാളുകളെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആവുന്ന ആളുകളെ സംസാര രീതികളാണ് ഇതൊക്കെ. ഇതൊന്നും ഒരിക്കലും ആരും വിശ്വസിക്കരുത്. ഇനി ബാക്കിയോടെയും കേൾക്കാം. ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊണ്ടുപോയപ്പോൾ ഞങ്ങളും കുടുംബക്കാരാണ് എന്നുള്ള വിചാരത്തോടു കൂടി ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു പൊട്ടും പടിയുമെങ്കിലും അയ്യപ്പൻ ഇരിക്കട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് ഒരു കുടിപ്പള്ളിക്കൂടം പോലും കൊടുത്തിട്ടില്ല. ഒരു കോളേജ് ഉണ്ടോ അവിടെ? ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ടോ? എന്തുണ്ട് മലപ്പുറത്ത് നമുക്ക്? ഇനി ഈ മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന ഈ വെള്ളാപ്പള്ളി സാറ് പറഞ്ഞ അതേ ആളുകളെ അഭിപ്രായം നമുക്കൊന്ന് കേട്ടു നോക്കാം. ബാക്കി എന്നിട്ട് നമുക്ക് ബാക്കി പിന്നെ പറയാം. ഓക്കെ. എങ്ങനെയാണ് അത്രത്തോളം സ്നേഹം നൽകുന്നുണ്ട് മലപ്പുറംകാരുടെ സ്നേഹം എങ്ങനെയാണ്? മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ജീവനോടില്ല, എന്റെ കുടുംബവും ഇല്ല. അവിടുത്തെ ജനങ്ങളാണ് എന്നെ ഈ ലെവലിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്, മലപ്പുറം ജില്ലക്കാർ. ഇങ്ങനെയൊക്കെ വിഷമത്തിൽ ഞാൻ നിൽക്കുമ്പോഴും എൻ്റെ സ്നേഹിതന്മാർ അവിടെ കുറേ ഉണ്ട്. അതുള്ള കുട്ടികളുണ്ട്, അമീത് പാണ്ഡ്യസാലുണ്ട്, എന്ത് വേണമെങ്കിലും അവിടെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കുടുംബം ഇന്ന് നിലനിന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ പോയിട്ടുണ്ടാവും. അവരുടെയൊക്കെ സഹായമാണ് ജീവിച്ചത്. ഇത് സത്യമാണ്, ഞാൻ കളവ് പറയില്ല. ആ ജില്ല ആയതുകൊണ്ടാണ് എൻ്റെ ഈ പാവപ്പെട്ട ഉണ്ണിനായരൊന്നും ജീവിച്ചിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങളുടെ സഹായം. മതവും ജാതിയും ഒന്നും എന്റെ കാര്യം എന്തുണ്ടെങ്കിലും റെഡിയുണ്ട്. അത്രയും മതസൗഹാർദ്ദമാണല്ലേ. കുപ്പായം ഇടാത്ത കാലത്ത് കുപ്പായം തരും, ചെരുപ്പ് തരും. അവര് ഉള്ള ഡ്രസ്സ് ഞാൻ എടുത്തിട്ട് പോരാ. അങ്ങനെയൊക്കെ എന്നെ രക്ഷിച്ചു പോകുന്നത്. അവരൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ ഈ പുതിയ മൂവിയൊക്കെ ഇറങ്ങുമ്പോ. എന്റെ ഒപ്പം പിന്നെ വേറെ ഒരുത്തം വന്നുകൊണ്ട് ചാനലുകാരോട് പറയണമെന്ന് കേൾക്കാം. റമദാൻ മാസത്തിൽ മലപ്പുറം ജില്ലയിൽ പോയാൽ ഒരു തുള്ളി വെള്ളം എവിടുന്ന് കിട്ടൂല, ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുന്നൊക്കെ പറഞ്ഞാണ്ട്. മലപ്പുറം പല കാര്യങ്ങളിലും കേരളത്തിന്റെ മറ്റു ഭാഗത്തുള്ളത് പോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നേരത്തെ തന്നെ ആശയമുള്ളതാണ്. നമ്മളിപ്പോ ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. ഇനിയും സുരേന്ദ്രൻജിയോട് എനിക്ക് എൻ്റെ അഭിപ്രായം കൂടി പറയാം, എൻ്റെ അനുഭവം കൂടി പറയാം. ഒരുപക്ഷെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ശബരിമല അയ്യപ്പ ഭക്തരുടെയും അനുഭവം അതായിരിക്കും. അതായത് പലപ്പോഴും പത്തനംതിട്ടയും ശബരിമലയിലേക്ക് എത്തുന്ന സ്ഥലത്തും അയ്യപ്പന്മാരുടെ സെന്റിമെന്റ്സിനെ ബഹുമാനിച്ച്, നമ്മൾ മണ്ഡല മകരവിളക്ക് കാലത്തെ വ്രതം എടുക്കുന്നത് ബഹുമാനിച്ച്, ക്രിസ്ത്യൻ മുസ്ലിം കടകളിൽ പലപ്പോഴും നോൺ വെജിറ്റേറിയൻ വെക്കാറില്ല. അയ്യപ്പ സ്വാമിമാര് വ്രതം എടുത്താണ് നോമ്പെടുത്താണ് വരുന്നതെന്ന് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ കടകളിൽ നിന്ന് നോൺ വെജ് ഒഴിവാക്കാറുണ്ട്.
അതാണ് നമ്മുടെ നാടിന്റെ പാരമ്പര്യം, സംസ്കാരം. ഇനി രണ്ട്, മലപ്പുറത്ത് ഞാൻ ഈ കഴിഞ്ഞ നോമ്പിനും കൂടെ മലപ്പുറത്ത് 1-2 പരിപാടികൾക്ക് പോയിരുന്നു. ഞാൻ അവിടെ മുസ്ലിങ്ങളുടെ കടയിൽ തന്നെയും കയറി കഴിച്ചിട്ടുണ്ട്, ഹിന്ദുക്കളുടെ കടയിൽ കയറി കഴിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ കട അടച്ചിടും, ചില ആൾക്കാർ തുറന്നിടും. അതായത് മുസ്ലിം സമൂഹത്തിന് ആ സമയത്ത് നോമ്പല്ലേ, അവരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും കടയടച്ചു പോകും. നമ്മൾ ഹിന്ദുക്കൾക്ക് കട നടത്തിക്കൂടെ? അതായത് മുസ്ലിങ്ങൾക്ക് അവിടെ നോമ്പ് കാലത്ത് മുസ്ലിങ്ങൾ ആ നോമ്പില് അവര് ഉമിനീര് പോലും ഇറക്കാതെ നോമ്പെടുക്കുമ്പോൾ നമുക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി തന്ന് നമ്മളെ ഊട്ടണം. ഹിന്ദുക്കൾക്ക് അവിടെ കട നടത്തിക്കൂടെ? പിന്നെ ചില ആളുകൾ ഹോട്ടലുകാരൊക്കെ നോമ്പ് കാലം വന്നാൽ ഹോട്ടൽ അടച്ചാണ്ട് ഹോട്ടലിൽ ബാക്കി എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ഹോട്ടലിൽ വന്ന് റിനോവേഷൻ നടത്തുന്ന ഒരു കാലം കൂടിയാണ് റമദാൻ മാസത്തിൽ. അതല്ലാത്തവര് 4 മണിക്ക് ശേഷം തുറക്കുന്നവരുണ്ടാവും. സ്ഥിരമായിട്ട് റമദാൻ മാസം അല്ലാത്ത ടൈമിൽ ഉണ്ടാകുന്ന അധികമാർക്ക് ചില ഹോട്ടലുകളൊന്നും ഉണ്ടാവില്ല. എന്നാലും വേറെ ആളുകൾ അന്യമതത്തിൽ നടത്തുന്ന ഹോട്ടൽ പൂർണ്ണമായും തുറക്കലുകൊണ്ട് ഭക്ഷണം കിട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെ ഇയാൾ പറയണ പൂർണ്ണമായിട്ടുള്ള തുള്ളി വെള്ളം കിട്ടില്ല, അതൊന്നും അങ്ങനെയൊന്നും മലപ്പുറത്തില്ല. മലപ്പുറത്ത് നല്ല കേരളത്തിലെവിടെ ഉണ്ടാവില്ല. അത് തുറക്കേണ്ടവർക്ക് തുറക്കാം, അല്ലാത്തവർക്ക് അടച്ചിടണവും ഉണ്ടാവും. നിർബന്ധപൂർവ്വം ആരെയും അടച്ചിടിപ്പിച്ചിട്ടില്ല. അപ്പോൾ കേട്ടില്ലേ, ഇവര് പറയുന്നത് ഓരോ ഇതിൻ്റെ സംഘടന നേതാക്കളാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ നല്ലവരായ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇവർ പറയുന്നതും കേൾക്കാതെ നമ്മൾ ഇത്രയും കാലം ജീവിച്ചു പോകുന്നത് പോലും മലപ്പുറം ജില്ല എന്നല്ല, കേരളത്തിലെ 14 ജില്ലകളിൽ നമ്മളെ ആളുകളാണ്, നമ്മൾ മലയാളികളാണ്, കേരളീയരാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇതുവരെ ജീവിച്ച സ്നേഹത്തിലും സാഹോദര്യത്തിലും എല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇടവൈകാണ്ട് നല്ല സൗഹൃദത്തോടെ ജീവിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. നന്ദി, നമസ്കാരം.